അന്വേഷണ സമിതി വന്നു. ആദ്യ തവണ അഞ്ചംഗ അന്വേഷണ സമിതി വന്നപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി പറഞ്ഞതാണ്. അതിൽ ഞാൻ ഈ അനിത സിസ്റ്ററിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവരിനെ കെയർ ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഒരാളെ എതിരായിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ HOD ഈ പറഞ്ഞ ആളുകൾക്കെതിരെയാണ് ഞാൻ അവിടെയും പരാതി കൊടുത്ത്. അതുപോലെ തന്നെ CCTV വെച്ചിട്ടില്ല, ICUവിൽ മതിയായ നേഴ്സുമാരില്ല, പിന്നെ എന്നെ സാധാരണ ഒരു വാർഡിലേക്ക് എല്ലാവരും കാണാൻ ഇങ്ങനെ തുറന്നു വെച്ചിട്ടുള്ള ഒരു വാർഡിൽ എന്നെ ആക്കി. അതൊക്കെ അവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ്. പക്ഷെ അതൊന്നും അവരെന്ത് ചെയ്ത് അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിലില്ല. അപ്പോൾ അവർ കരുതിയിട്ടില്ലായിരുന്നു ഞാൻ അവിടെ എത്തും, ആ റിപ്പോർട്ട് ചോദിച്ചുകൊണ്ട് DMEൻ്റെ ഓഫീസിലെത്തും എന്നുള്ളത്. അപ്പോൾ അവരിങ്ങനെ ഒരു 5 ആൾ ഇരുന്ന് ചർച്ച ചെയ്യായിരുന്നു. അപ്പോൾ ചർച്ച ചെയ്യുന്ന സമയത്താണ് ഞാനും നൗഷാദ് ഖായും അവിടേക്ക് എത്തിയത്. അപ്പോൾ അവർ തന്നെ ഞെട്ടിപ്പോയി. അപ്പം ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഇവർക്കെതിരെ എന്ത് നടപടി എടുത്തു DME ഓഫീസറോട് ചോദിച്ചു. അപ്പോൾ അതിൽ നിങ്ങൾ ഇതൊന്നല്ല പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവരോട് തന്നെ ഞാൻ ചോദിച്ചു, ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോടല്ല പറഞ്ഞത്, നിങ്ങൾ എഴുതി തന്നതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അത് ഒരു ഉരുണ്ടുകളി. അപ്പം അതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാക്കാം, ഇവർ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നല്ല, അവർക്ക് സ്വയം താല്പര്യാർത്ഥം അവർക്കാരെയോ സംരക്ഷിക്കേണ്ട അവസ്ഥ വന്നതുകൊണ്ട് അവർ ആ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും. സംഭവം നടന്നത് ഒരു 11 മണീൻ്റെ ഉള്ളിൽ 12 മണീൻ്റെ ഉള്ളിൽ നടന്നിട്ടുണ്ട്. ഒരു പകല് ഒരു ഏകദേശം ഒരു 3 മണീൻ്റെ ഉള്ളിൽ ഞാൻ നഴ്സുമാരോട് പറഞ്ഞിട്ടുണ്ട്. അയാൾ പിന്നെയും എൻ്റെ അടുത്ത് വന്ന് എന്നെ ഉപദ്രവിക്കാൻ പിന്നെയും നോക്കിയിട്ടുണ്ട്. ഇയാൾ ആ സമയം കിടത്തിയ സമയമല്ല, പിന്നെയും വന്ന് എൻ്റെ ഷോൾഡർ പിടിക്കുകയും എന്താ മോളെ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അയാൾ കൂടുതൽ തവണ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എനിക്ക് ഭയം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രതികരിക്കാനും കഴിയുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ നേഴ്സുമാരോട് ചോദിച്ച്, അപ്പോൾ അവർ ചോദിച്ചു എന്താ നിങ്ങൾ അവരെ പേരറിയേണ്ട ആവശ്യം. ഞാൻ ചോദിച്ചാൽ അയാളെ പേരെന്താന്ന് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ അയാൾ ഇങ്ങനെ ഉപദ്രവിച്ച് ഇനി ഇങ്ങോട്ട് വരില്ല, നിങ്ങൾ പേടിക്കേണ്ട, ഇവിടെ കിടന്നോളൂ പറഞ്ഞു. അവിടെയുള്ള നേഴ്സാണ് പറഞ്ഞത്, പേരൊന്നും എനിക്കറിയില്ലല്ലോ, അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. അപ്പോൾ അത് അവർ കെയർ തന്നതാണ്, അങ്ങനെ പേടിക്കാൻ നമ്മൾ ടെൻഷൻ മാറ്റുക. പക്ഷെ ഞാൻ കരുതിയത് അവരെൻ്റെ വീട്ടുകാരെയോ അല്ലെങ്കിൽ എന്നെ സർജറി ചെയ്ത ഡോക്ടേഴ്സിനെയോ അറിയിച്ചിട്ടുണ്ടെന്നാണ്. വൈകിട്ട് ഒരു 7 മണിയോടെ ഡോക്ടേഴ്സ് റൗണ്ട്സിന് വന്ന സമയത്താണ് ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. അവർ ചോദിച്ചു എന്താ എൻ്റെ പേര് വിളിച്ചിട്ട് ചോദിച്ചു, എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ, വേദന എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞു. കാരണം നമ്മൾ പരിചയമുള്ള ഒരാൾ പോലും അവിടെ അതുവരെ ഇല്ലായിരുന്നു. പെട്ടെന്ന് നമുക്ക് പിന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ വരുമ്പോൾ നമുക്ക് എങ്ങനെയായാലും സങ്കടം ഉള്ളില്ല. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, ഡോക്ടർക്ക് തന്നെ പെട്ടെന്ന് ഷോക്കായിപ്പോയി. അപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്താ, അപ്പോൾ ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ വേഗം നേഴ്സിനോട് ചോദിക്കാൻ പോയി. അപ്പം തന്നെ എൻ്റെ അടുത്ത് ലേഡി ഡോക്ടറെ പറഞ്ഞയച്ചു. എന്താണെന്നുള്ള അവർക്ക് ചോദിക്കാനുള്ള മടി കൊണ്ട് ലേഡി ഡോക്ടറെ പറഞ്ഞയച്ചു. അവർ വിശദീകരിച്ച് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ കിടക്കാൻ പോയി. അപ്പോൾ പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല, ഇങ്ങനത്തെ സർജറി ചെയ്തത്, നിങ്ങൾക്ക് തന്നെ അതിന് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഇവിടെ കിടക്കില്ല, എനിക്ക് ഇനിയും അയാൾ ഇവിടെ ഒരു സേഫ് അല്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്നാണ്. അങ്ങനെ രാത്രി 12 മണിയോടെയാണ് എന്നെ വാർഡിലേക്ക് മാറ്റിയത്. ഞാൻ കിടന്ന വാർഡിൽ തന്നെയാണ് എന്നെ മാറ്റിയത്, 20-ാം വാർഡിലേക്ക്. അവിടെ എത്തിയ സമയത്താണ് ഞാൻ എൻ്റെ ഭർത്താവിനോട് ഞാൻ പറയുന്നത്. അപ്പോഴാണ് എൻ്റെ വീട്ടുകാർ, ഞാൻ വിചാരിച്ചു അവർ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ എന്നെ ചോദിച്ചു ഇത്രയും സമയമായിട്ട് തന്നെ. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളെ വീട്ടുകാരും നമ്മൾ കാണുന്നില്ലല്ലോ, ICUയിൽ കിടക്കുകയല്ലേ. അപ്പോൾ അവർ എന്താ ചെയ്യേണ്ടതെന്നുള്ള. അപ്പോൾ അവരെൻ്റെ ബ്രദറിനെ വിളിച്ചു. അപ്പോൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു സൂപ്രണ്ടിനെ അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ആ ഡോക്ടർ നിങ്ങൾ പരാതി കൊടുത്തോളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രാത്രി തന്നെ എൻ്റെ വീട്ടുകാർ അയാളെ തപ്പിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അയാൾ അവിടുന്ന് ടൂറിന് പോയി എന്നൊക്കെയാണ്, കാരണം അയാളെ കിട്ടിയില്ല. പിറ്റേന്ന് രാവിലെ ആണ് എൻ്റെ വീട്ടുകാർ തന്നെയാണ് പോയിട്ട് പോലീസിലും പരാതി കൊടുത്തത്. അപ്പം അത്രയ്ക്കും അവരൊരു എന്താ പറയുക വില കൊടുക്കുന്നില്ല. ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ആ ഹോസ്പിറ്റലിൽ നടന്നിട്ട് അവർ പോലീസിനെ അറിയിക്കുക പോലും ചെയ്തിട്ടില്ല. അപ്പം അവരത് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടല്ലേ അത്ര സമയമായിട്ട് ഒരു ദിവസം ആയി. പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കും ഒരു ദിവസമായി. അപ്പോൾ ആ ദിവസത്തിനുള്ളിൽ അവർ ഒരു പോലീസിനെ അറിയിക്കുകയോ അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജി ഡോക്ടർ കൊണ്ടുവന്നിട്ട് എന്നെ പരിശോധിക്കുകയോ ചെയ്ത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഗൈനക്കോളജി ഡോക്ടർ വന്നത് തന്നെ. അതെ, പ്രീതി വരുന്നത്. അപ്പോൾ അതൊക്കെ അവരുടെ ഭാഗത്ത് നിന്നുള്ള വീഴ്ചയല്ലേ. അനിതസ്റ്റർ 2 മണിയൊക്കെ ആകുമ്പോൾ പോകും. അപ്പം പോയാൽ പിന്നെ വേറെ അവിടെയുള്ള ചെറിയ നേഴ്സുമാർ, അപ്പം പിന്നെ അവർ ഇങ്ങനെ എപ്പോഴും വരാറില്ല. സിസ്റ്റർ പറഞ്ഞാണ് ഇങ്ങനെ എപ്പോഴും പോയിട്ട് അവരെ ബുദ്ധിമുട്ടിക്കരുത്, വെറുതെ ചോദിച്ച് ഒരാൾ മനസ്സ് വേദനിപ്പിക്കരുത്. അപ്പം ഡോറടച്ച്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ കൂടി അവർ പുറത്തു നിന്നുള്ള ആളുകൾ എന്നെ കാണും.
അതുപോലെ തന്നെ അവർക്ക് ഇങ്ങോട്ട് കയറും ചെയ്യുക, ആർക്ക് വേണേൽ. പിന്നെ ഈ യൂണിഫോം ഇട്ട ആളുകൾക്ക് എപ്പോഴും കയറാമല്ലോ, ഏത് വാർഡിലും എവിടെയും ICUലായാലും അവർക്ക് കയറാം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പിന്നെ പിറ്റേ ദിവസം സിസ്റ്റർ വന്നപ്പോൾ 21-ാം തീയതി വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ സിസ്റ്റർ ഇങ്ങനെ കുറച്ച് ആളുകൾ വരുന്നുണ്ട് കാരണം. അപ്പോൾ 22-ാം തീയതി പരാതി കൊടുത്തത് ഞാൻ ഇന്നൊരു പത്രത്തിൽ കണ്ടതാണ്. സിസ്റ്ററിൻ്റെ ഭാഗത്ത് നിന്നുള്ള വീഴ്ച അവരെനിക്ക് സുരക്ഷ തന്നിട്ടില്ല എന്നാണ്. അപ്പോൾ അവർ സുരക്ഷ തരാൻ അവർക്കുള്ള ഡ്യൂട്ടി 2 മണി വരെ ഉള്ളത് രാത്രി വരെ ആക്കാനുള്ളത് ഉത്തരവാദിത്തം ആർക്കാണ്? അവിടെയുള്ള സൂപ്രണ്ടിനാണ്. അല്ലാതെ സിസ്റ്റർക്ക് വൈകുന്നേരം വരെ ഡ്യൂട്ടി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അവർ അവരുടെ ടൈമിന് ഡ്യൂട്ടി ചെയ്യുന്നു. അപ്പോൾ അതിലൊരു ഉത്തരവാദിത്തം ചെയ്യേണ്ടത് ആരാണ്? സൂപ്രണ്ടാണ്. പിന്നെ ഇതുപോലെ എങ്ങനെ ഒരു പീഡനം നടന്നാലും എന്ത് നടന്നാലും അങ്ങനത്തെ ഒരാളെ സംരക്ഷിച്ച് അതിനായിട്ടുള്ള ഒരു റൂമുണ്ടാവും. അല്ല പൊതുവായിട്ടുള്ള ഒരു ജനറൽ വാർഡിലല്ല അവർ എന്നെ നിർത്തേണ്ടതെന്ന്. അപ്പോൾ അതൊക്കെ അവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണല്ലോ.